ഹായ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് കോട്ട്. ഇന്നത്തെ കോട്ട്: ബി കെയർഫുൾ വിത്ത് യുവർ വേർഡ്സ്. വൺസ് ദേ ആർ സെഡ്, ദേ ക്യാൻ ഓൺലി ബി ഫോർഗിവൻ, നോട്ട് ഫോർഗോട്ടൻ. അപ്പോൾ ഇന്നത്തെ കോട്ടിൻ്റെ മീനിങ്: മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ്, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്ഷമിക്കുമായിരിക്കും മറ്റുള്ളവർ, പക്ഷെ മറക്കില്ല. അത് നമ്മൾ ആരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, കുട്ടികളോട് പാരൻസ് സംസാരിക്കുമ്പോൾ അതിന്നാണ് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നത്. പാരൻസ് അല്ലെങ്കിലും കുട്ടികളുടെ അടുത്തൊക്കെ ഒരുപാട് ബാഡായിട്ട് സംസാരിക്കുന്ന പാരൻസ് ഉണ്ട്. കുട്ടികളപ്പോൾ ചെറുപ്പം മുതൽ ഇത് കേട്ട് അവരുടെ മനസ്സിൽ വന്നിട്ട് അത് കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ആഴമായിട്ടൊരു മുറിവുണ്ടാക്കും. പിന്നെ അവർ നമ്മളോട് കുറച്ച് വലുതാവുമ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും പാരൻസ് മനസ്സിലാവാതെ എന്ത് വിചാരിക്കും, എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ എൻ്റെ മോളിങ്ങനെ, എൻ്റെ മോനിങ്ങനെ നമ്മൾ ആലോചിക്കും. അപ്പം നമ്മൾ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക, നമ്മൾ ചെറുപ്പം മുതൽ കുട്ടിയോട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്ത്, എന്തൊക്കെ വാക്കുകളാണ് യൂസ് ചെയ്തത്. ഇത് കുട്ടിയുടെ ഉള്ളിൽ ഇതെന്താ അറിയോ, ഇങ്ങനെയും ആ മുറിവായി കഴിഞ്ഞല്ലോ, ഡീപ്പായിട്ട് മുറിവായിട്ട് ഇത് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ അറിയോ, ചെറുപ്പം മുതൽ ഇങ്ങനെ നിങ്ങൾ കുട്ടിയോട് അങ്ങനത്തെ വാക്കുകളും അങ്ങനത്തെ രീതിയിലും ഒരു സ്നേഹം പറഞ്ഞത് അതിൽ ഒരു ഇതില്ലാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടി വലുതാവുമ്പോൾ എന്താ അറിയോ, ഇത് ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കേട്ട് കുട്ടിയുടെ മനസ്സിൽ മൊത്തം വെറുപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അപ്പൊ കുട്ടിക്ക് അമ്മയും അച്ഛനാണെന്നുള്ള രീതിയിൽ കേട്ടിട്ട് ഇങ്ങനെ ക്ഷമയോടെ ഇരുന്നു. പക്ഷെ കുട്ടി ഒരിക്കലും അത് മറക്കില്ല ലൈഫിൽ. അത് എത്ര പ്രായമായാലും എൻ്റെ ചെറുപ്പത്തിൽ എന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഹേർട്ടായിട്ട് അവിടെ ഇരിക്കും. ഉണങ്ങാത്തൊരു മുറിവായിട്ടിരിക്കും. അതുപോലെ നെക്സ്റ്റ്, പ്രായമായവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അവരോട് വളരെ മയത്തിലും നല്ല രീതിയിലും വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. പ്രായമായവരോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് അവർ നമ്മളെ ബ്ലെസ് ചെയ്യണോ കേഴ്സ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരുപാട് പേരിപ്പുണ്ട്, അച്ഛനമ്മമാരെ പലതും പറയുന്നുണ്ട്. അച്ഛനും അമ്മയാണെന്നുള്ള ഒരു ഇതേ ഇല്ല, അവരെ വായി തോന്നിയ പോലെയാണ് പറയുന്നത്. അപ്പോൾ ഈ പാരൻസ് ഉണ്ടല്ലോ, ഈ വയസ്സായ അച്ഛനും അമ്മയും നമ്മളെ അവരുടെ ആ വിഷമം ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കേഴ്സ് ചെയ്യും. നമ്മളെ ശപിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഒരിക്കലും നന്നാവാൻ പറ്റില്ല. അപ്പൊ അവരും അതേപോലെ അമ്മയും അച്ഛനുമാണ്. അപ്പൊ എൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ നമ്മളോട് ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. അത് മുറിവായിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ശാപം നമുക്ക് വേണ്ട. പിന്നെ ടീച്ചേഴ്സ് കുട്ടികളോട് സംസാരിക്കുന്ന രീതി. പല ടീച്ചേഴ്സും കുട്ടികളോട് ചിലപ്പോൾ ഒരുപാട് അബ്യൂസീവ് വേർഡ്സും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കുട്ടിയും അതുപോലെ ടീച്ചറാണെന്നുള്ള രീതിയിലൊന്നും മിണ്ടാതിരിക്കും. പക്ഷെ ഇതും കുട്ടിയുടെ ഉള്ളിൽ ആ ടീച്ചറെ കുറിച്ച് ഒരുപാട് വെറുപ്പ് വരും. പിന്നെ നമ്മൾ വഴക്കിടുമ്പോൾ, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ പല വാക്കുകളും പറയും. പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യും, എന്നിട്ട് സോറി പറയും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫാണ്, ബെസ്റ്റ് ഫ്രണ്ട്സും ഹസ്ബൻഡും വൈഫും ഒക്കെ പിന്നെ എങ്ങനെ ഓക്കെ ക്ഷമിച്ചു മനസ്സിലുണ്ടാവും, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ മനഃപൂർവ്വം ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് പോലും കിട്ടില്ല.
നമ്മൾ പറഞ്ഞ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരാളോട് വായി തോന്നിയത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അറിയാലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പറയാൻ എളുപ്പമാണ്. പറഞ്ഞ അത്രയും അവരെ വിഷമിപ്പിച്ചിട്ട് മനസ്സിൽ വെക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ അത്ര നല്ല മനസ്സുള്ളവരാണെങ്കിൽ ഓക്കെ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞു വിടുമായിരിക്കും. പക്ഷെ എന്നെങ്കിലുമൊക്കെ അവർ ഓർക്കും ഇത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് എപ്പോഴും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ തിങ്ക് ചെയ്യണം. 2 പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ട് വേണം വാക്കുകൾ പറയാനായിട്ട് സംസാരിക്കുമ്പോൾ. അത് എന്ത് ഒരു വഴക്ക് ഒരു ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും പാരൻസിൻ്റെ അടുത്താണെങ്കിലും അല്ല ഒരു പുറത്തുള്ള ആളോടാണെങ്കിലും ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയാനേ ഇല്ല. ഒരു വായി തോന്നിയത് അവർ പറയും. പക്ഷെ പിന്നെ കുറച്ച് ഒന്ന് കാമായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന്. എന്നിട്ട് അവരോട് പോയിട്ട് സോറി പറയും. കുറെ പേരുണ്ട്. പിന്നെ ചിലവർ പറയുന്നത് എന്താണ്, ആക്ച്വലി ഞാൻ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, അപ്പോഴത്തെ എൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞ. എന്ത് മാനസികാവസ്ഥ? അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ്, അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞാണ്, അല്ലേ? അതൊക്കെ പറയാൻ എളുപ്പമാണ്. ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ വായി തോന്നിയതൊക്കെ പറയാം. അപ്പൊ ആ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം, അല്ലേ? വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കേൾക്കുമ്പോൾ. എത്ര തന്നെ നമ്മളെ കുറിച്ച് അറിയുന്ന ആളാണെങ്കിലും നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് അവർക്ക് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് നമ്മളോട് അങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് എത്ര ഒരുപാട് ഇഷ്ടമുള്ള ആളെങ്കിൽ പിന്നെ പറയേ വേണ്ട, സഹിക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? പിന്നെ നമ്മുടെ എനിമിയാണെങ്കിലോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നമ്മളെ എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെ അവിടെ മാപ്പേ ഇല്ല, ഫൊർഗീവ്നെസ്സേ ഇല്ല. എന്നിട്ട് വേണ്ടേ മറക്കാൻ, അല്ലേ? പിന്നെ എന്താണ്, മറക്കേ ഇല്ല. അത് പിന്നീട് പിന്നെയും തിരിച്ച് നമ്മൾ അതിനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വാക്കുകൾ സൂക്ഷിക്കണം. കഴിയുന്നത് നമ്മൾ ക്ഷമിക്കാൻ നോക്കും പലരും, അല്ലേ? അത്ര നല്ലവരായിരിക്കണം. പിന്നെ രണ്ടും ഓക്കെ, ഇനി ലൈഫിൽ അത് ആലോചിക്കണേ ഇല്ല, മറന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ. ചിലവർക്ക് ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് സംസാരിക്കുകയില്ല, മാപ്പ് പോയിട്ട് അവര് തിരിഞ്ഞു നോക്കില്ല. ടോട്ടലി ഇഗ്നോർ, നമ്മളെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യും. എന്താ പറയാ, അവരോട് സംസാരിക്കാൻ പറ്റില്ല, അവരുടെ വായിന്ന് എന്താ വരാന്നറിയില്ല. പിന്നെ സോറി പറയും, പക്ഷെ കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാതിരിക്കുക, അപ്പൊ പിന്നെ അവരുടെ വായിന്നൊന്നും കേൾക്കണ്ടല്ലോ. ഇതിപ്പോ വഴക്കിന്റെ കാര്യം മാത്രമല്ല, ബാഡ് വേർഡ്സ് മാത്രമല്ല, നമ്മൾ അറിയാതെ തന്നെ ഒരാളുടെ കാര്യം നമുക്ക് കംപ്ലീറ്റ് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പോയിട്ട് എല്ലാം അറിയുന്ന രീതിയിൽ പോയി അവിടെ ഇനി ഒരാൾക്ക് വേണ്ടിയിട്ട് പോയി സംസാരിക്കും, ഇവരെ കുറ്റപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, കാര്യം അറിയാതെ പോയി സംസാരിക്കുക, എന്നിട്ട് കാര്യം അറിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിക്കുക, എന്നിട്ട് പിന്നെ സോറി പറയുക. ആ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. എന്ത് വാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും, എന്ത് സാഹചര്യമാണെങ്കിലും, വഴക്കിടാണെങ്കിലും ശരി, എന്ത് വിഷമം കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് എന്നും റിയലൈസ് ചെയ്യാം. ആലോചിക്കണം. ഒരിക്കൽ പറയണ മുമ്പ് 2 തവണയെങ്കിലും ആലോചിക്കണം. അങ്ങനെ ഞാൻ പറയാവോ അവരുടെ അടുത്ത്, ഇനി അവർക്കത് ശരിയാവോ, വിഷമാവോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും എവിടെയും സംസാരിക്കാനും പാടില്ല. ആരും ഒന്നും പറയാനായിട്ട് നമുക്കൊന്നും അറിയാതെ പോയി പറയരുത്. നമുക്ക് അറിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് മയത്തിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ബി കെയർഫുൾ വിത്ത് യുവർ വേർഡ്സ്. വൺസ് ദേ ആർ സെഡ് ദേ ക്യാൻ ഓൺലി ബി ഫോർഗിവൻ, നോട്ട് ഫൊർഗോട്ടൺ. അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗീവ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാപ്പ്, ഓക്കെ സോറി എന്ന് പറഞ്ഞാൽ ഓക്കെ ക്ഷമിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ മറക്കാൻ പറ്റില്ല. സോ ബി കെയർഫുൾ while using the words when you speak to others. Okay? Thank you. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോട്ടിൽ ഇനി നല്ലൊരു മെസ്സേജോട് കൂടി ഞാൻ വരാം.